സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ സഹായം, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ. ഇപ്പോൾ ആ രീതിയിൽ പ്രതിമാസം പെൻഷൻ സഹായം 2000 രൂപ വീതം വാങ്ങുന്നവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരുന്ന മാസം മുതൽ 3000 രൂപ അടിസ്ഥാന പെൻഷനായി വർദ്ധിക്കാൻ ഒരുങ്ങുകയാണ്. അത് മാത്രമല്ല, നിലവിൽ ഏത് മുന്നണി ജയിച്ചാലും പെൻഷൻ 3000 രൂപയിലേക്ക് എത്തിച്ചു തരും. എന്നാൽ ഈ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. കർശന പരിശോധനകളിലൂടെ അല്ലെങ്കിൽ സർക്കാർ മുമ്പ് പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ അർഹതയുള്ളവരുടെ കൈകളിലേക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹായം എത്തിച്ചേരുക. ഇനി അപേക്ഷ വയ്ക്കാൻ പോകുന്നവരും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മറ്റ് ആനുകൂല്യങ്ങൾ, സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പ്രതിമാസം ഒരു ധനസഹായം ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2000 രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ഈ പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതനുസരിച്ച് മറ്റ് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഇതിന് അർഹതയുള്ളവരാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഈ രീതിയിൽ കൃത്യമായി കാലാകാലങ്ങളിൽ പരിശോധനകൾ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ നടത്തും. ഇതിന്റെ ഭാഗമായിട്ടാണ് വാർഷിക മസ്റ്ററിംഗ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇനി ഇത് കൂടുതൽ ഗൗരവമായി തന്നെ കണക്കാക്കുമെന്നുള്ള അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു. അതായത് പെൻഷൻ 63 ലക്ഷം പേർക്ക് മുകളിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് 1000 കോടി രൂപയ്ക്ക് മുകളിലായിട്ടാണ് പ്രതിമാസം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ സർക്കാർ പരിശോധന വിധേയമാക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പെൻഷൻ ഗുണഭോക്താവിന്റെ വീട് 2000 സ്ക്വയർ ഫീറ്റ് വീടോ അതിന് മുകളിലോ ആണെങ്കിൽ ഭവന നിലവാര പരിശോധനയിൽ പരാജയപ്പെടും. അതായത് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലാതാകും. ഇനി അതോടൊപ്പം പെൻഷൻ ഗുണഭോക്താവ് ജീവിക്കുന്ന വീട്ടിൽ നിലവിൽ AC ഉണ്ടെങ്കിൽ അത് ആഡംബര വസ്തുവായി കണക്കാക്കി നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാം. അതുമാത്രമല്ല, പരാതികൾ എത്തിയാൽ പരിശോധന വളരെ വേഗത്തിൽ നടപ്പിലാക്കുകയും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും. ഇത് കൃത്യമായി സർക്കാർ പരിശോധന വിധേയമാക്കും. ഇനി മൂന്നാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ വാഹനമുണ്ട് എന്നുള്ള കാര്യമാണ്. പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിൽ 4 ചക്ര വാഹനമുള്ളതെങ്കിൽ 1000 cc കപ്പാസിറ്റിക്ക് മുകളിലുള്ള കാർ പോലുള്ള അതായത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ നമുക്ക് പെൻഷൻ ആനുകൂല്യം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം മുമ്പുണ്ട്. ഇതൊക്കെ ഭൗതിക നിലവാര പരിശോധനയിൽ പരാജയപ്പെടുന്ന നിലകൾ സർക്കാർ പരിശോധിക്കുന്ന കാര്യങ്ങളാണ്. ഭൗതിക നിലവാര പരിശോധനയിൽ ഇവ കണ്ടെത്തി കഴിഞ്ഞാൽ പെൻഷൻ തടയൽ പോലുള്ള കാര്യങ്ങൾക്ക് സർക്കാരിന് അധികാരമുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അതായത് സ്വത്തുണ്ടെങ്കിൽ കൃത്യമായി ഈ കാര്യങ്ങൾ കൂടി പരിശോധന വിധേയമാക്കാം. ഇനി അത് മാത്രമല്ല, സർക്കാർ ജോലിയുള്ള അതായത് വിവാഹിതരാകാത്ത മക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളും കൃത്യമായിട്ട് ഈ വാർഷിക വരുമാനത്തിൽ പരിഗണിക്കും. എന്നാൽ വിവാഹിതരാകാത്ത മക്കളുടെ വരുമാനം ഉൾപ്പെടെ പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനമായി കണക്കാക്കിയാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സർക്കാർ സമർപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം രൂപയോ അതിന് മുകളിലോ വാർഷിക വരുമാനം എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ പിന്നീട് നമുക്ക് നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വർഷം തോറും വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആവശ്യപ്പെടും. ഈ വർഷവും ഈ രീതിയിലുള്ള സമാന സംവിധാനങ്ങൾ അല്ലെങ്കിൽ സമാന പ്രക്രിയകൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. അർഹതയുള്ള ആളുകളിലേക്ക് കൃത്യമായിട്ട് ആനുകൂല്യം നൽകുന്നതിനും ഇതോടൊപ്പം തന്നെ ഈ ഒരു ആനുകൂല്യം നിലയ്ക്കാതെ വിതരണം ചെയ്യുന്നതിനും അനർഹരെ കണ്ടെത്തുന്നത് ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ പെൻഷൻ വാങ്ങുന്നവർ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സർക്കാർ കൃത്യമായിട്ട് പറയുന്ന മസ്റ്ററിംഗ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ ആവശ്യമാണ്. സമയത്ത് അത്തരം രേഖകൾ അതായത് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർ രേഖകൾ എന്നിവ എല്ലാം കൃത്യമായിട്ട് സമയത്ത് സമർപ്പിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ദിനംപ്രതി ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.